തുടരുക സാർ. ശ്രീ പി സി തോമസ്, നമുക്കറിയാം അദ്ദേഹത്തിന്റെ പ്രാധാന്യം. NDA സഖ്യത്തിലെ ആദ്യ കേന്ദ്രമന്ത്രി കൂടിയാണ് കേരളത്തിൽ നിന്നുള്ള പി സി തോമസ്. അദ്ദേഹം ഇപ്പോൾ കേരള കോൺഗ്രസിന്റെ ഭാഗമാണ്. ശ്രീ പി സി തോമസ്, ബഹുമാനപ്പെട്ട ആർച്ച് ബിഷപ്പ് ഇന്ന് പ്രധാനമന്ത്രിയെ കാണുകയാണ്. കൂടിക്കാഴ്ച അല്പസമയത്തിനകം പാർലമെന്റ് ഹൗസിൽ, പാർലമെന്റ് മന്ദിരത്തിൽ വെച്ചാണ്. താങ്കൾ ഒരു സാധാരണ പ്രധാനമന്ത്രിയെ കാണാനായി ഒരു മതമേലധ്യക്ഷൻ പോകുന്നു എന്നതിനപ്പുറമുള്ള മറ്റെന്തെങ്കിലും രാഷ്ട്രീയ പ്രാധാന്യം ഈ കൂടിക്കാഴ്ചയ്ക്ക് നൽകുന്നുണ്ടോ? അങ്ങനെ ഉണ്ടാകാൻ സാധ്യത കുറവാണ്. ഇപ്പോഴത്തെ പുതുതായി തിരഞ്ഞെടുക്കപ്പെട്ട അദ്ദേഹത്തിന്റെ ഒരു പുതിയ സ്ഥാനത്തെത്തിയപ്പോൾ പ്രധാനപ്പെട്ട ഒരു നേതാവിനെ കാണുന്നു എന്നുള്ളതേ ഉള്ളൂ. പ്രധാനമന്ത്രിയെ കാണാനുള്ള അവസരം ചോദിച്ചപ്പോൾ അവസരം കിട്ടി, അത് വെച്ച് കാണുന്നതല്ലാതെ അതിനകത്തൊരു രാഷ്ട്രീയ പ്രാധാന്യം കാണുന്നില്ല. അല്ല, കേരളത്തിൽ നമുക്കറിയാം BJP നടത്തുന്ന നിരവധി നീക്കങ്ങളുണ്ട്. PC ജോർജ് ഏറ്റവും ഒടുവിൽ BJPയുടെ ഭാഗമായി നമ്മൾ കണ്ടു. ക്രിസ്ത്യൻ സമുദായത്തെ കൂടെ ചേർക്കാൻ താങ്കളും ഒരുപക്ഷെ ആ സമയത്ത് ഇതിനുള്ള നടപടികളൊക്കെ NDAയുമായി ബന്ധപ്പെട്ട് നടത്തിയിരുന്ന ഒരാളാണ്. അത്തരം നീക്കങ്ങൾ പുതിയ ഘട്ടത്തിലെത്തുമ്പോൾ ഇതിന് BJP അത്തരത്തിലൊരു പ്രാധാന്യം നൽകിയാൽ? എനിക്ക് തോന്നുന്നില്ല അങ്ങനെ ഒരു പ്രാധാന്യം ഏതായാലും ബിഷപ്പ് ഉദ്ദേശിച്ചിട്ടുണ്ടെന്ന്. ബിഷപ്പ് ഉദ്ദേശിച്ചത് പ്രധാനമന്ത്രി എന്നുള്ള നിലയിൽ അദ്ദേഹത്തെ കണ്ട് ഒരുപക്ഷെ ഏതെങ്കിലും തരത്തിലുള്ള കാര്യങ്ങൾ അദ്ദേഹം എന്താ പറയുന്നതെന്ന് വ്യക്തമായിട്ട് ഞാൻ മനസ്സിലാക്കിയിട്ടില്ല. എങ്കിലും ക്രിസ്ത്യാനിറ്റി ഫേസ് ചെയ്യുന്ന അല്ലെങ്കിൽ കാത്തലിക് വിഭാഗം ഫേസ് ചെയ്യുന്ന എന്തെങ്കിലും ഒരുപക്ഷെ സംസാരിച്ചെന്ന് വരാം. അത് രാഷ്ട്രീയമായ ഒരു പ്രാധാന്യം അതിനകത്ത് കാണേണ്ടതായിട്ടില്ല. അദ്ദേഹം പ്രധാനമന്ത്രിയല്ലേ കാണുന്നത്. അതെ, നന്ദി ശ്രീ PC തോമസ്. ശ്രീ PP ജോസഫ്, അദ്ദേഹം കത്തോലിക്ക കോൺഗ്രസിന്റെ ജനറൽ സെക്രട്ടറി കൂടിയാണ്. ശ്രീ PP ജോസഫ്, ഈ